ഈ ഗാസയിൽ നാം കണ്ട കാഴ്ചയാണ് ഈ ഹമാസിന്റെ നേതാക്കളെ പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു, വീണ്ടും പ്രഖ്യാപിക്കുന്നു, വീണ്ടും കൊലപ്പെടുത്തുന്നു. അതിന് സമാനമായൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഇറാനിലും ഉണ്ടായിരിക്കുന്നത്. അവിടെ സൈനിക മേധാവിയെ നിയോഗിക്കുന്നു, അദ്ദേഹം കൊല്ലപ്പെടുക. ആ രീതിയിൽ ലക്ഷ്യം വെച്ചല്ലേ ഇസ്രായേൽ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒരു പദവിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. അടുത്തൊരാൾ ആ പദവിയിലേക്ക് വരുന്നു, അയാളും കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അധികാരികളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് കാണുന്നത്. ഇത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ വളരെ ശരിയാണ്. നേരത്തെ ഈ ഹമാസിൻ്റെ ഈ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കൊടും ഭീകരന്മാരെ ഇതിൻ്റെ തലപ്പത്തേക്ക് നിയോഗിച്ചിരുന്നു. ആ തലപ്പത്തേക്ക് ഒരാൾ വരുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. അത് ഏത് ബങ്കറിൽ ഒളിച്ചിരുന്നാലും അതിനകത്ത് കടന്നു കയറി കൊലപ്പെടുത്താൻ ഉള്ള കഴിവ് ഇസ്രായേൽ സേനയ്ക്കുണ്ട്, ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുണ്ട്. IDF, ഇസ്രായേൽ ഡിഫൻസ് സിസ്റ്റം എന്നാണ് അതറിയപ്പെടുന്നത്. തുടർന്ന് ആ ആൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ അടുത്തൊരാളിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. അല്ലെങ്കിൽ അയാളുടെ പിൻഗാമിയായിട്ട് അയാളുടെ തൊട്ട് താഴെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന ആൾ ആ സ്ഥാനത്തേക്ക് വരികയാണ്, അയാൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം വധിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് ഗാസയിൽ നിന്ന് കണ്ടത്. ഈ 2023 ഒക്ടോബർ 7 ശേഷം ഇപ്പോൾ വളരെ കൃത്യമാണ്. ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആളിന് മരിക്കുക. ആ ഒരു ആക്രമണം ഇസ്രായേലിനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നത് പിന്നെ ലോകം കാണുകയാണല്ലേ. കാരണം അന്ന് തുടങ്ങിയ ആക്രമണമാണ് ഈ ഇസ്രായേലിനെതിരെ ഹമാസ് ആരംഭിച്ച ഹമാസ് കാണിച്ച ആ വൃത്തികേടിൻ്റെ ഫലമാണ് ഇന്ന് ഇറാൻ അടക്കമുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയും ആ രീതിയിലാണ്. കാരണം അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും, ഹൂതി ആയാലും ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഇറാനും ആയാലും, അങ്ങനെ ആരെല്ലാം അന്ന് പിന്തുണ നൽകിയോ അവരെ എല്ലാം വേട്ടയാടുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ഒന്നൊഴിയാതെ. അത് നെതന്യാഹു പറഞ്ഞല്ലോ, ഞങ്ങളുടെ യുദ്ധം ഇറാനിലെ പൗരന്മാർക്ക് നേരെയോ അല്ലെങ്കിൽ പാലസ്തീൻ പൗരന്മാർക്ക് നേരെയോ ഒന്നുമല്ല, ഞങ്ങളുടെ യുദ്ധം ഈ ഭീകരതയ്ക്കെതിരെയാണ്. ഈ ലോകത്ത് മുഴുവനും അശാന്തി വിതയ്ക്കുന്ന ഒരു ഭീകര ശൃംഖലയുണ്ട്, അതിനെ തച്ച് തകർക്കും ഞങ്ങൾ എന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖൊമനേയിയുടെ ഏറ്റവും വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ഇറാൻ്റെ മിലിറ്ററി എമർജൻസി കമാൻഡ് മേധാവിയായിട്ടിരിക്കുന്ന മേജർ ജനറൽ അലി ഷത്മാനിയാണ് കൊല്ലപ്പെട്ടത്. ഈ അലി ഷത്മാനി അവിടേക്ക് വരുന്നത് അതിനു മുമ്പ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ഖോലം അലി റാഷിദ് ആയിരുന്നു. ഈ അലി റാഷിദിനെയും ഇസ്രായേൽ വധിച്ചു. അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് ഈ അയത്തുള്ള അലി ഖൊമനേയി പുതിയ കമാൻഡറായിട്ട് അലി ഷത്മാനിയെ നിയോഗിച്ചത്. അലി ഷത്മാനി ചാർജ് എടുത്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ കൊല്ലപ്പെട്ടു. അത് ഈ ടെഹ്റാന് നേർക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. മാത്രമല്ല ടെഹ്റാനിലുള്ള പൗരന്മാരോട് അവിടെ ഒഴിഞ്ഞു പോകാൻ അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല, നിങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ട് ദയവായിട്ട് ജനങ്ങൾ ടെഹ്റാൻ വിട്ടു പോകണം, സമാധാനം കാക്ഷിക്കുന്നവർ നിങ്ങൾ ടെഹ്റാൻ വിട്ട് പൊയ്ക്കൊള്ളുക, ഞങ്ങൾ ടെഹ്റാനെ ആക്രമിക്കും എന്ന് 2 ദിവസം മുമ്പ് വളരെ വ്യക്തമായിട്ട് നെതന്യാഹു തന്നെ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. നെതന്യാഹു പ്രഖ്യാപിക്കുകയും 10-ലധികം പേർ, ആണവ ശാസ്ത്രജ്ഞർ, ഈ സേനാ മേധാവികൾ, രാഷ്ട്രീയ നേതാക്കൾ, ബുദ്ധിജീവികൾ ഉൾപ്പെടെ 10-ലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ടവർ മാത്രം ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും അത് പറയുന്നത് ഇസ്രായേൽ കത്തുകയാണെന്നാണ്. അല്ല, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ പുറകിലെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. 14 ആണവ ശാസ്ത്രജ്ഞന്മാർ, 1 ഡസനിലധികം മുതിർന്ന സൈനിക കമാൻഡർമാർ, ഇത്രയും പേരെ ഇസ്രായേൽ വധിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. അതിൽ 6-7 പേരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇറാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ അടക്കമാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. ഇസ്രായേൽ വെറുതെ ഞങ്ങൾ 10 പേരെ കൊന്നു, 20 പേരെ കൊന്നു എന്ന് പറയുകയല്ല. ഈ കൊല്ലപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ പേരുകൾ, അവർ വഹിച്ചിരുന്ന പദവികൾ, അവർ ഉണ്ടായിരുന്ന സ്ഥലം,
തുടങ്ങി വിശദമായിട്ടാണ് ഇസ്രായേൽ ഇതിപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ വാർത്ത വന്നു, ഇന്ത്യയിലെ നാഷണൽ മീഡിയയിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് അതൊന്നും പഥ്യമല്ല. അവർക്ക് ഇസ്രായേൽ പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഇറാൻ പറയുന്നതാണ്. അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അതിൽ ഇറാൻ പോലും പറയുന്നില്ല, ഇസ്രായേൽ നിന്ന് കത്തുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതെ, ഇറാൻ പോലും അത്രയും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇന്നത്തെ ദേശാഭിമാനിയുടെ ഹെഡിങ് നോക്കിയാൽ നമുക്ക് ചിരി വരും. മൊസാദ് വിറച്ചു എന്നാണ്. ഈ മൊസാദൊക്കെ വിറയ്ക്കണമെങ്കിൽ മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഇസ്രായേൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം റോഡിൽ നിന്നൊരു പട്ടി കുരച്ചാൽ ആരെങ്കിലും, തെരുവ് പട്ടി കുരയ്ക്കുന്നതിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? അങ്ങോട്ട് നോക്കുമോ? ഏതോ ഒരു ചാവാലി പട്ടി നിന്ന് കുരയ്ക്കുന്നു എന്നല്ലേ? അത്ര പോലും നമ്മൾ അതിന് വില കൊടുക്കാറില്ല. നമ്മളല്ല, ഈ ആസ്ഥാനം തകർത്തു എന്ന് പറയുമ്പോൾ അത് ഇറാനിലുള്ളിലെ ആസ്ഥാനമായിരിക്കും. കാരണം മൊസാദിനെ ഇറാനിൽ, അതെ, മൊസാദിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവർത്തിക്കുന്നത് മൊസാദിൻ്റെ കേന്ദ്രം ഇപ്പോൾ ഇറാനിലുള്ളിലാണ്. അത് ഇറാൻ തന്നെ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി ചാരന്മാരെ പിടികൂടി എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് പുറത്തു വന്നിട്ടില്ല, കൂടുതൽ അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ മൊസാദ് വിറച്ചു എന്നൊക്കെ ഒരു പത്രം തലക്കെട്ട് കൊടുക്കണമെങ്കിൽ അത് ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, KM മാണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലെ ഹിപ്പോപ്പൊട്ടാമസ് നാണിച്ച് തലകുനിച്ച് നിൽക്കുക. അല്ല, ഇന്നും നാളെയും ഇസ്രായേൽ വിറയ്ക്കും. 20 മുതൽ 23 മുതൽ തിരിയും. അല്ല, 19 വൈകുന്നേരം മുതൽ വാർത്തകൾ മാറി തുടങ്ങും. കാരണം നിലമ്പൂർ വോട്ടെടുപ്പ് കഴിയുമല്ലോ അപ്പോഴത്തേക്കും. അപ്പോൾ ഈ അലി ഷത്മാനിയുടെ ദാരുണമായ മരണം അത് സംഭവിച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഇറാനും അംഗീകരിച്ചു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, യുദ്ധം 5-ാം ദിവസത്തേക്ക് കടന്നപ്പോൾ 100 കണക്കിന് ആൾക്കാരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2000-ത്തിലധികം ആൾക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. ജനം കൂട്ടത്തോടെ ടെഹ്റാൻ പോലെയുള്ള നഗരങ്ങൾ ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കൂട്ടപലായനം തന്നെയാണ് നടക്കുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ് ഇറാൻ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു. അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയും കുടുംബവും ബങ്കറിൽ ഒളിച്ചു. ഈ ബങ്കറിൽ ഒളിച്ചു എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പൂട പറിച്ച് കളയുന്നത് പോലെയുള്ളൂ. ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് ഈ അലി ഖമനേയി എവിടെ, എങ്ങനെ, ആരുടെ സംരക്ഷണയിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ളത് ഇസ്രായേലിനും മൊസാദിനും അറിയാം. അവരത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്രായേൽ പറയാതെ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ അലി ഖമനേയിയെ, അയത്തുള്ള അലി ഖമനേയിയെ കയ്യിൽ കിട്ടിയാൽ ഈ യുദ്ധം അവസാനിക്കും. അയാളെ വധിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ അയത്തുള്ള അലി ഖമനേയിയുടെ ജീവന് വലിയ ഭീഷണി ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഇറാനും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അദ്ദേഹത്തെ രഹസ്യമായിട്ട് ഒരു ബങ്കറിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഇറാഖിൽ സദാം ഹുസൈനെ കൈ കിട്ടിയാൽ ഇറാഖ് കീഴടങ്ങി, ഇറാഖിലെ യുദ്ധം അവസാനിച്ചു എന്ന് പണ്ട് അമേരിക്ക പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും പറയുന്നത്. ഈ പരമോന്നത നേതാവ് ഈ അയത്തുള്ള അലി ഖമനേയി പിടിയിലായി കഴിഞ്ഞാൽ അവിടുത്തെ മതഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാൻ പറ്റും, അവരെ ഇല്ലാതാക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കും എന്നാണ് ഇസ്രായേൽ മുമ്പ് തന്നെ പറഞ്ഞിരുന്നത്. ഒരു 7-8 മാസം മുമ്പ് നെതന്യാഹു തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നതാണ്. ഇറാൻ ജനതയോട് നടത്തിയ ഒരു പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളുമല്ല, പക്ഷെ ഞങ്ങളുടെ ശത്രു നിങ്ങളുടെ ഭരണകൂടമാണ്. ഒരു മത പുരോഹിതന്മാർ നേതൃത്വം നൽകുന്ന ആ ഭരണകൂടത്തെ ഞങ്ങൾ നിലംപരിശാക്കും. എന്നിട്ട് ഞങ്ങൾ ഇറാനിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കും, ആ പഴയ ഇറാനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. അപ്പോൾ കാര്യങ്ങൾ അതിനോട് അടുക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. എന്തായാലും ഈ ഇറാൻ മിസൈൽ ആക്രമണത്തിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും മിസൈലുകൾ വരുന്നുണ്ട്. ഏതാണ്ട് 1-2 മിസൈലുകൾ ഈ ടെൽ അവീവിൽ പതിച്ചിട്ടുണ്ട്. അത് അവിടെ പതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ പറയുന്നത് മൊസാദിൻ്റെ ആസ്ഥാനം ഞങ്ങൾ തകർത്തു എന്നൊക്കെ. ഇപ്പോൾ താമസിയാതെ തന്നെ അതിൻ്റെ വീഡിയോ വരും. മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുന്ന വീഡിയോ ഇപ്പോൾ വൈകാതെ പുറത്തു വരും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇറാൻ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം 5-ാം ദിവസം പിന്നിടുമ്പോൾ ഇറാൻ കത്തുകയാണ്.
ഈ ഇസ്രായേൽ കത്തുകയാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ അവിടെ കത്തുകയല്ല, മറിച്ച് ഇറാനാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ തമാശ ഈ ഗാസയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അതെല്ലാം തിരിച്ചു നൽകുകയാണ്. എങ്ങനെ അത് ഇസ്രായേലാണ് തകർന്നിരിക്കുന്നത്? ഗാസയുടെ ചിത്രം കാണിച്ച് ഇസ്രായേലാണെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നെറേറ്റീവ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ പോയി വാർത്തകൾ ചുമയ്ക്കുന്ന തിരക്കിലാണ് മലയാളത്തിലെ മാധ്യമങ്ങളും. എന്തായാലും അത് 19-ന് വൈകിട്ട്, നാളെ വൈകിട്ട് വോട്ടെടുപ്പ് തീരുന്നതോടുകൂടി അതിന് മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.